എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനിയുള്ള വീഡിയോകളിൽ ഞാനും അക്കും ഒരുമിച്ച് കാണും. അതുപോലെ ഞങ്ങളുടെ അക്കുവിന്റെ അമ്മ എന്റെ ഭാര്യയും കാണും. അല്ലേ അക്കു? അടേന്ന് പറ. അടേ മന്തി കഴിക്കാൻ പോവാ. 100 മന്തി. എത്ര മന്തി? 100 മന്തി. ഹെൽമെറ്റൊക്കെ 6. അപ്പൊ നമ്മള് നമ്മുടെ കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. 100 രൂപയ്ക്ക് മന്തി കിട്ടുന്നത് മാങ്ങാങ്കുഴി, മാവേലിക്കര മാങ്ങാങ്കുഴിയിലാണ് നമ്മുടെ കട വരുന്നത്. കടയല്ല, ഒരു വണ്ടിയിലിട്ട് വെക്കുന്ന ഉസ്താദിന്റെ കട എന്ന് പറഞ്ഞ് വഴിയിലിട്ട് വെക്കുന്ന ഒരു കടയാണ്. അപ്പം അവിടെ ആ സൈഡിലുള്ളവർക്കെല്ലാം അറിയാൻ പറ്റും. നമ്മളപ്പോൾ ഓരോരുത്തരെ വിളിച്ചു ചോദിച്ച് പൊക്കോണ്ടിരിക്കും അങ്ങോട്ട്. നമ്മളവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച, അവിടെ ആരും ഇല്ല, മാനും മനുഷ്യനും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോഴേ നമ്മളവിടെ വിളിച്ചു ചോദിച്ചപ്പോഴേ മനസ്സിലായേ വെള്ളിയാഴ്ച കടയില്ല, ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ഉണ്ട്, വെള്ളിയാഴ്ച മാത്രം കടയില്ല, കട അവധിയാണ്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നല്ല മഴയും പെയ്തു. മഴയത്ത് ഇങ്ങനെ കയറി നിന്നപ്പോഴാണ് നമ്മളൊരു റീൽസിനകത്ത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു കായംകുളത്തൊരിടത്തും മന്തി കിട്ടുന്നത്. കായംകുളത്തൊരിടത്തും 100 രൂപയ്ക്ക് കിട്ടും. അതായത് നമ്മള് മന്തി 100 രൂപയുടെ മന്തി മേടിക്കാൻ മാങ്ങാങ്കുഴി ചെന്നേ. അവിടെ ചെന്നപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടില്ല. അപ്പോൾ നമ്മള് തിരിച്ചു പോകുന്നു. ഇനി നമ്മള് കായംകുളത്തൊരിടത്തുണ്ടെന്ന് നമ്മൾ അറിഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാം. ഇന്ന് എന്തായാലും 100 രൂപയുടെ മന്തി നമ്മൾ മേടിച്ച് തിന്നിട്ടുള്ള കാര്യമുള്ളൂ. 100 രൂപയുടെ ഇല്ലെങ്കിൽ 200 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടാണെങ്കിൽ നമ്മൾ 100 രൂപയുടെ മന്തി തിന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കായംകുളത്ത് എത്തിയപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര ക്യൂവും ഭയങ്കര തിരക്കും. മഴയായിട്ട് പോലും ആൾക്കാർക്ക് ഒരു കുറവുമില്ല. നമ്മളങ്ങനെ ആ ക്യൂവിന്റെ ഏറ്റവും അവസാനം പോയി നിന്നപ്പോഴത്തേക്കും കുറച്ചായപ്പോഴത്തേക്കും ഒരു ചെമ്പ് തീർന്നു. അപ്പോഴത്തേക്ക് അടുത്ത ചെമ്പ് കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് സന്തോഷമായി, എന്തായാലും നമുക്ക് കിട്ടുമെന്ന്. നമ്മൾ ക്യൂ നിന്ന് ഏറ്റവും തൊട്ടടുത്തായി എന്ന് വെച്ചാൽ നമുക്ക് കിട്ടാൻ ഒരാളുകൂടി നമ്മുടെ മുന്നിലുള്ള. അപ്പൊ അവര് പറയുക സാധനം തീർന്നു പോയി, ഇനി കിട്ടത്തില്ലെന്ന്. പിന്നെ 80 രൂപയുടെ ബിരിയാണി ഉണ്ടായിരുന്നു, നമ്മൾ അത് വാങ്ങിച്ചു. നമ്മൾ മന്തി 100 രൂപയുടെ കിട്ടിയില്ല. പിന്നെ 80 രൂപയുടെ ചിക്കൻ ബിരിയാണി മേടിച്ചു. സാധനം തീർന്നു പോയി. നമ്മൾ അവസാനം വെച്ചിട്ട് സാധനം തീർന്നു പോയി. അവസ്ഥയൊക്കെ അക്കു മന്തി കിട്ടിയില്ല. അങ്ങനെ നമ്മള് വിഷമിച്ച് നമുക്ക് മന്തി കിട്ടാത്ത വിഷമത്തിൽ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മളൊരു പായസക്കട കണ്ടേ. എന്നാൽ ഇന്ന് എന്തായാലും കാശ് പോയി, എന്നാൽ നമുക്ക് ആ പായസമെങ്കിലും മേടിക്കാന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി കടലപ്രഥമനും വാങ്ങിച്ച് ഒരു ബോളിയും വാങ്ങിച്ച്. നമ്മൾ എന്തായാലും ഇന്ന് കാശ് പോയിരിക്കുന്ന ദിവസമല്ലേ, അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് ഇതുകൂടെ അങ്ങ് കളയാന്ന് വെച്ച് അത് മേടിച്ചു. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അക്കു എന്നെ കുറ്റം പറയുന്നേ കാണുന്നത്. പുള്ളി മൈക്ക് ഓഫ് ചെയ്ത് വെച്ചിട്ട് എന്നെ കുറ്റം പറയുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ചിക്കൻ ബിരിയാണി എടുത്ത് ഞാനും അക്കൂടെ കഴിക്കുക. ബിരിയാണി വലിയ ഗുണമൊന്നും ഇല്ലായിരുന്നു, എന്നാലും നമുക്ക് വിശപ്പുള്ളതല്ലേ ഞങ്ങൾ കഴിച്ച്. ആ ലെഗ് പീസ് ഉണ്ടായിരുന്നു, അക്കുവിന് കൊടുത്ത് ഞാനും കൂടെ കഴിച്ച്. അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ പായസവും ബോളിയും എടുത്ത് അതും ഞങ്ങൾ ശകലം അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ച്. അവൻ ഒരു വായ കഴിച്ചുള്ളൂ, ബാക്കി മൊത്തം ഞാൻ കഴിച്ച്. അങ്ങനെ നല്ലൊരു മധുരത്തോടെ ഞങ്ങളുടെ വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിച്ചു.